അല്ലുവിന്റെ പടങ്ങളുടെ കാര്യം പറഞ്ഞ സമയത്ത് പാട്ടുകൾ ഭയങ്കര മേജർ ഫാക്ടറാണ്. കാരണം നമുക്കൊരു മലയാള സിനിമയത്തെ പാട്ട് കേൾക്കുന്ന പോലെയാണ് ഇപ്പൊ വരുന്ന ഡബിങ് സിനിമകളും അന്നത്തെ ഡബിങ് സിനിമകളുടെ വ്യത്യാസം അതായിരുന്നു. സോങ്സ് തന്നെ വ്യത്യാസം. അതിന്റെ ആരുടെ മ്യൂസിക് DSP ആണ്, സുകുമാറിന്റെ സിനിമയാണ്. അപ്പൊ ഡബ്യൂ ആണെന്ന് അറിയില്ല, പക്ഷെ സുകുമാറിന്റെ സിനിമയാണ്. ഈ പുഷ്പ മാത്രം കണ്ട ആൾക്കാർക്ക് അറിയില്ല സുകുമാർ ആരാന്നുള്ളത്. അപ്പൊ ആര് വരിക എന്ന് പറഞ്ഞാൽ അതും കുറച്ച് നൊസ്റ്റാൾജിക് സംഗതി. ആരുടെ കാര്യം പറയുമ്പോ അടുത്തുള്ള ഒറിജിനൽ പടം കൃഷ്ണ. അത് സുനിലൊക്കെ പീക്ക് കോമഡി. സത്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ അല്ലു അർജുന്റെ ഒരു ഫിലിം അവാർഡ് പടമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിരഞ്ജീവിയുടെ മകള് ഒളിച്ചോടിയ ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്താണ് ഈ പടം ഇറങ്ങുന്നത്. ഈ അല്ലു അർജുൻ ഫാമിലി ചിരഞ്ജീവി ഫാമിലി തമ്മിൽ തെറ്റുമെന്ന് ഒരാൾക്കാർ തെറ്റിദ്ധരിച്ച സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ അതില് ഫണ്ണായിട്ടും പിന്നെ പ്രകാശ് രാജിന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര രസവും പെർഫോമൻസ്, പിന്നെ ക്ലൈമാക്സ് അയാളുടെ ഇമോഷനും അത് അയാൾ അനുഭവിച്ചിട്ട് അത് പടത്തിന്റെ അവസാനം വരെ നമുക്ക് ഇയാളുടെ വില്ലനായിട്ട് നിൽക്കുകയും ക്ലൈമാക്സ് അച്ഛൻ അനുഭവിക്കുന്ന ഒരു പ്രഷറും കാണിക്കണ്ടല്ലോ. അതും ഉടനെ ഉണ്ടാവുന്നത് കാതരസം കൺഫേം ചെയ്തിട്ടുണ്ട്.